ഹായ്, ഞാൻ ആർഷ IAS. ഞാൻ ഒരു CUET ആസ്പിറൻ്റ് ആയിരുന്നു. ഞാൻ Prepwise ആണ് എൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. Prepwiseൽ ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്ന പാക്കേജ് സയൻസ് പാക്കേജ് ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്ട്സ് ആണ് ഞാൻ CUETയിൽ ക്ലിയർ ചെയ്തിരുന്നത്. എനിക്ക് കിട്ടിയിരുന്ന സെൻറ്റർ ശ്രീബുദ്ധ കോളേജ് കൊല്ലം. എനിക്ക് 26 മെയ്യിലായിരുന്നു എക്സാം. അതുപോലെ തന്നെ എൻ്റെ ഷിഫ്റ്റ് വന്നിട്ട് 3rd ഷിഫ്റ്റ് ആയിരുന്നു. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റ് JEE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CUET അത്ര ഹാർഡ് എക്സാമിനേഷൻ ഒന്നുമല്ല. ഈസി ടു മോഡറേറ്റ് ലെവലാണ് അവരുടെ ഡിഫിക്കൽട്ടി ലെവൽ വന്നിട്ട്. +2 കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് നല്ല ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CUET. Prepwiseനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ്, മോക്ക് ടെസ്റ്റ്, ലൈവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ആപ്പ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെൻറ്റേഴ്സും വളരെ ഫ്രണ്ട്ലിയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് അവർ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി നമ്മളെ മെൻറ്റേഴ്സ് വിളിക്കുകയും നമ്മുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യുകയും നമുക്ക് വേണ്ട പോലുള്ള അഡ്വൈസസും മോട്ടിവേഷൻസും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. CUET റിഗാർഡിങ് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ മെൻറ്റേഴ്സ് നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുകയും നമുക്ക് മെസ്സേജസ് ആയിട്ട് അയക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എക്സാം പേപ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ എക്സാമിനേഷൻ ഈസിയാണ്. ഓരോ സബ്ജക്ട്സ് വൈസ് എടുക്കുകയാണെങ്കിൽ ബയോളജി ഒത്തിരി എളുപ്പമാണ്. ഫിസിക്സ്, കെമിസ്ട്രിയാണ് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ വരുന്നത്. നമ്മൾ നല്ലപോലെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് CUET.